വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു ഈസി ഹെൽത്തി റെസിപ്പിയാണ്. ഒരു നൊസ്റ്റാൾജിയ ഐറ്റം കൂടിയാണിത്, ചോളം ഉപ്പുമാവ്. അതിനായി ചോളം പുട്ടുപൊടി പുട്ടിന് നനയ്ക്കുന്നത് പോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും 2 പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു മുറി നാളികേരത്തിൻ്റെ പകുതിയാണ് ചിരവിയെടുത്തിട്ടുള്ളത്. ഇനി നനച്ചെടുത്ത ചോളം പൊടി നമുക്കൊരു അപ്പച്ചെമ്പിൽ വെച്ച് 7-8 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം കുറച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് സവാള ഇട്ട് ചെറുതായൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. റോസ് സ്മെല്ലൊന്ന് പോകുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതിയാകും. സവാള 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം എടുത്തു വച്ചിട്ടുള്ള പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ഒരുപാട് നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോട്ടായി കിട്ടുന്നതാണ്. ഇനി ആവി കയറ്റി വെച്ചിട്ടുള്ള പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് തെളിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കരുത്, കയ്യിൽ എടുത്ത് തെളിച്ചു കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നാളികേരത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും ഫ്ലേവേഴ്സ് എല്ലാം ഉപ്പുമാവിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും, ഒട്ടും കട്ട കെട്ടാതെ തന്നെ ഉപ്പുമാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.